കൽക്കി 2-ൽ നിന്നും ദീപിക പദുക്കോൺ തന്റെ പിന്മാറ്റം പ്രഖ്യാപിച്ചതു മുതൽ ചിത്രത്തിൽ നടിയുടെ പകരക്കാരി ആരായിരിക്കുമെന്നറിയാൻ ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. എന്നാൽ ഇതു സംബന്ധിച്ച വിവരങ്ങളൊന്നും നിർമ്മാതാക്കൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ദീപിക പദുക്കോണിന് പകരക്കാരിയായി ചിത്രത്തിൽ പ്രിയങ്ക ചോപ്ര വരുമെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്നുവരുന്ന അഭിപ്രായം. ലോകമെമ്പാടും പ്രിയങ്ക ചോപ്രയ്ക്കുള്ള ആരാധക പിന്തുണയും ഒരു പ്രധാന ഘടകമായതിനാൽ നിർമ്മാതാക്കൾ പ്രിയങ്കയെ പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകളിലുണ്ട്. പ്രിയങ്കയെ കൂടാതെ ആലിയ ഭട്ട്, സായ് പല്ലവി, അനുഷ്ക ഷെട്ടി എന്നിവരും നാഗ് അശ്വിൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിനായി പരിഗണിക്കുന്നുണ്ട്. പ്രഭാസ് അടക്കമുള്ള വൻ താരനിരയിൽ അണിനിരക്കാനും ചിത്രത്തിന്റെ തുടർച്ചയെ വലിയ വിജയത്തിലേക്ക് നയിക്കാനും കഴിവുള്ള ഒരു നടിയെയാണ് നിർമ്മാതാക്കൾ പരിഗണിക്കുന്നതെന്നാണ് വിവരം. കൽക്കി 2898 AD വരാനിരിക്കുന്ന സീക്വലിൽ ദീപിക പദുക്കോൺ ഭാഗമായിരിക്കില്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. ശ്രദ്ധാപൂർവമായ പരിഗണനയ്ക്ക് ശേഷം ഞങ്ങൾ പിരിഞ്ഞു പോകാൻ തീരുമാനിച്ചു. ആദ്യ സിനിമയുടേത് നീണ്ട യാത്രയായിട്ടും ഞങ്ങൾക്ക് ജോലിയിൽ പാർട്ണർഷിപ്പ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവരുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ എല്ലാ ആശംസകളും നേരുന്നു എന്നും കുറിപ്പിൽ പറയുന്നു. ദീപിക തന്റെ പ്രതിഫലത്തിൽ 25% വർധനവും 8 മണിക്കൂർ ജോലി സമയവും ആവശ്യപ്പെട്ടതിനാലാണ് കൽക്കി 2 നിർമ്മാതാക്കൾ നടിയെ ഒഴിവാക്കാൻ തീരുമാനിച്ചതെന്നാണ് പിന്നീട് ബോളിവുഡ് ഹംഗാമ റിപ്പോർട്ട് ചെയ്തിരുന്നത്.